ഹായ് ഡിയേഴ്സ്, ഏതു ജന്മകൽപ്പനയിൽ എന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇന്നത്തെ ദിവസം നിന്നെ എനിക്ക് കാണരുതെന്ന് പറഞ്ഞ ശ്രുതിയോട് അശ്വിന് ഒരുപാട് സങ്കടം വരികയാണ്. ശ്രുതിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഒരു സോറി എങ്കിലും ശ്രുതിയോട് പറയണം എന്നൊക്കെ അശ്വിൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വരുന്നില്ലെന്നറിഞ്ഞ അശ്വിന് ഒരുപാട് സങ്കടക്കാവുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയെ ഫോണിൽ വിളിക്കുമ്പോൾ ശ്രുതി ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അശ്വിനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ശ്രുതിയുടെ ഫോണിലാണെങ്കിൽ അശ്വിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുമില്ല. ശ്രുതിക്ക് ആളെ മനസ്സിലാകാതെ ശ്രുതി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ ലാവണ്യ അശ്വിൻ്റെ അടുത്തേക്ക് വന്ന് ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അത് ഒരുപാട് അസ്വസ്ഥമാവുന്നുണ്ട്. അശ്വിൻ ദേഷ്യപ്പെടുകയാണ്. ലാവണ്യ ചോദിക്കുന്നുണ്ട്, എന്നെൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിയാണ്, നീ വരുന്നുണ്ടോ എന്നൊക്കെ ചേട്ടാന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഇല്ല നീ പോയിക്കോ, എനിക്കിന്നൊരു മൂഡില്ല, നീ പോയിക്കോ ലാവണ്യ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അശ്വിനോട് ലാവണ്യ അനുവാദമൊക്കെ ചോദിച്ച് പാർട്ടിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ലാവണ്യ ശ്രുതിയെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് പാർട്ടിക്ക് പോകാനാണ് ലാവണ്യയുടെ തീരുമാനം. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ലാവണ്യ പറയുന്നുണ്ട്, രാമേട്ട അതാരാന്ന് പോയി നോക്കൂ, ചിലപ്പോൾ ശ്രുതി ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി എന്താ ഇപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുകയാണ്, നീ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രുതിയെ വിളിച്ചു വരുത്തി എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് അശ്വിനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ലാവണ്യ ചെന്നിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി അവിടെ നിന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അശ്വിൻ വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി സങ്കടപ്പെട്ട് നോക്കിങ്ങനെ നിൽക്കുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ലാവണ്യ വരുന്നത്. ലാവണ്യ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി വാ നമുക്ക് പോവാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാവണ്യ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രുതി അശ്വിനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി അവിടുന്ന് പോവുകയാണ്. പാർട്ടി ഹാളിലെത്തിയ ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങോട്ടാണ് മാഡം വിളിച്ചു കൊണ്ടുവന്നത്, എനിക്കറിയില്ലായിരുന്നല്ലോ മാഡം, ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ശരി നിനക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നിനക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് കയറി വരണം എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഇങ്ങനെ അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ നിന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാനെന്തിനാ ആ കടല മുട്ടായിയെ കുറിച്ച് ആലോചിക്കുന്നത്, എന്തിനാ എൻ്റെ കുട്ടി കൃഷ്ണ എപ്പോഴും അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ വരുന്നത്, ഇന്നത്തെ ദിവസം അയാളുടെ മുന്നിൽ ഞാൻ ചെല്ലരുതെന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്തിനാ ഇന്നത്തെ ദിവസം ഞാൻ അയാളുടെ മുന്നിലേക്ക് ചെന്ന് പെട്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബാക്കിൽ അശ്വിനെ കാണുന്നത്. ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. ശ്രുതി എന്നിങ്ങനെ അശ്വിൻ വിളിക്കുമ്പോൾ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്താ സർ, എന്തിനാ സർ എന്നോട് സംസാരിക്കാൻ വരുന്നത്, ഇന്നത്തെ ദിവസം സാറിൻ്റെ മുന്നിൽ വരരുതെന്ന് എന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്താ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട സർ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ശ്രുതി സംസാരിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഷൗട്ട് ചെയ്യുന്നത്, നീ എന്നോട് ഷൗട്ട് ചെയ്യാനായോ, നോൺസെൻസ്, സ്റ്റുപ്പിഡ് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെ ചീത്ത വിളിക്കുകയാണ് അശ്വിൻ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ എനിക്ക് നിങ്ങളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലേ, നിങ്ങൾക്ക് മാത്രമുള്ളൂ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, നിങ്ങളാണ് നോൺസെൻസ്, നിങ്ങളെ കുടുംബവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അശ്വിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, എന്നോട് എന്തിനാ വീണ്ടും വീണ്ടും സംസാരിക്കാൻ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ദേഷ്യപ്പെടുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് സങ്കടം വന്ന് ശ്രുതി കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അശ്വിൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താ അശ്വിൻ ഒരു സോറി പറയാൻ വേണ്ടിയിട്ടല്ലേ നീ അവളുടെ അടുത്തേക്ക് വന്ന്, പക്ഷെ എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നേ എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ചിന്തിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് ശ്രുതി അവിടെ പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത്.